ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി അലീനയുടെ അടുത്ത് കുറച്ച് പരിഭവമൊക്കെ പറയുന്നുണ്ടായിരുന്നു. വരുന്ന കാര്യം എന്നെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രേസമ്മയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരല്ലേ ഇവിടുത്തെ യജമാനിത്തി, അതുകൊണ്ട് അവരെ അറിയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, വന്നോളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. സാരമില്ലേ, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ അവരുടെ അടുത്ത് പോയി എല്ലാവരും ഗ്രേസമ്മ പരിചയപ്പെടുന്നുണ്ട്. ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ രേവതി രോഹിത്തിനെ കളിയാക്കുന്നുണ്ട്. വീരൻ്റെ അത്രയും വീരത്തരം എനിക്കില്ല എന്ന് പറഞ്ഞ് അവർ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അത് കേട്ടതും എല്ലാവർക്കും വിഷമമായി. അവനെ കളിയാക്കുന്ന പോലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അലീന രേവതിയെ വഴക്ക് പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുക, നീ ഒരുപാട് നേരമായില്ലേ പറയാൻ തുടങ്ങിയിട്ട് അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, സാരമില്ല, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഗോവർദ്ധൻ ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ പോകുന്ന കാര്യം അവരെ അറിയിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇല്ല, അറിയിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പോകുമ്പോൾ നേരിട്ട് പോകുമ്പോൾ കണ്ടാൽ മതി, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനല്ലേ കൂടെയുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ കുറച്ച് സംസാരമൊക്കെ നടക്കുന്നുണ്ട്. രേവതി അലീന ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ബബിതയും കൃഷ്ണയും ഒന്നും സംസാരിക്കുന്നില്ലല്ലോ, അവർ നന്നായി വർത്താനം പറയുന്നല്ലേ ചേച്ചി പറഞ്ഞത്, എന്നിട്ട് എന്താ അവരൊന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഒരു ഗ്യാപ്പ് കൊടുത്താലല്ലേ അവർ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. ഇവരുടെ കളിയും ചിരിയും കണ്ടപ്പോൾ ബബിതയും കൃഷ്ണയും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അവർ പുറത്തു പോയതും ബബിതയും കൃഷ്ണയും പറയുന്നുണ്ട്, ഇതുപോലൊരു നേരിട്ട് കണ്ടാൽ ശരിക്കും ചേച്ചി അനിയത്തിയും പോലെ തന്നെ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇതുപോലൊരു ചേച്ചി അനിയത്തി ഉണ്ടാവണമെങ്കിൽ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. കൃഷ്ണ ബബിതയുടെ അടുത്ത് ചോദിക്കുകയാണ്, അലീന ചേച്ചി പോയാൽ നമ്മൾ ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കുമോ അച്ഛനും അമ്മയുടെയും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോരോ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന ഗ്രേസമ്മയുടെ അടുത്തും മാമച്ചൻ്റെ അടുത്തും പോയി പറയുന്നുണ്ട്, ഞാനിവിടുന്ന് പോവുകയാണ്, ആ വീട്ടിൽ ഇനി നിന്നാൽ ശരിയാവില്ല, അതൊരു കുടുംബമല്ലേ, അവരൊരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അവിടെ നിന്ന് പോകണോ, നിനക്ക് വലിയ വിഷമമാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാരമില്ല, അതൊരു കുടുംബമല്ലേ, ഒരുമിച്ചിരുന്നോട്ടെ അവർ, ഞാനില്ലാത്തതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയാണ്. അപ്പോൾ മാമച്ചൻ ചോദിക്കുകയാണ്, ബാലചന്ദ്രന് വൈജയന്തിയുടെ അടുത്ത് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.